പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്ന ദൈവവചനം ചിന്തിപ്പാൻ കർത്താവ് ജീവിതത്തിൽ തന്ന നല്ല സാവകാശത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കാൽവരിയിൽ കൊണ്ട് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഞങ്ങളുടെ അപ്പ, തിരുമുഖത്തേക്ക് ഞങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം വചനത്തിനായി നോക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ കർത്താവെ ഒരു സ്പർശനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ അങ്ങ് ഇടയാക്കിക്കാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പൻ്റെ വലിയ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തി സഹായിച്ചാട്ട് എല്ലാ മഹത്വവും അങ്ങ് എടുക്കണം. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ജെനസിസ് ചാപ്റ്റർ 7, ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം. 7-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, അതായത് ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ദൈവം തൻ്റെ ദീർഘക്ഷമ നീട്ടാവുന്നതിൻ്റെ മാക്സിമം നീട്ടിയതിന് ശേഷം നോഹയോട് ഒരു കൽപ്പന. നാം ഇത് വായിക്കുമ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിലെ 2 വാക്യങ്ങൾ നാം ഓർക്കേണ്ടതാണ്. ഒന്ന്, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നോഹ ഒരു പെട്ടകം തീർത്തു എന്ന് വായിക്കുന്നു. 2, അവിടെ വായിക്കുന്നത് താൻ പെട്ടകമുണ്ടാക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു എന്നാണ്. അതായത് ഇനി നോഹ പെട്ടകം പണിത് തീരാൻ 200 വർഷം എടുത്തിരുന്നെങ്കിൽ അത്രയും കാലവും താൻ കാത്തിരിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവമായിരുന്നു. അത്രയും നാളും കാത്തിരിക്കണമെങ്കിലും താൻ കാത്തിരിക്കും. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 19. ആത്മാവിൽ അവൻ ചെന്നു, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരോ അവിടെയുള്ള തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ വിഷയത്തെ ഇപ്പം ഞാൻ സ്പർശിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് ഈ ഒരു സെൻറ്റൻസ് എന്താണ്? ദൈവം നമ്മെ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ നാം അത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ, ഇനി നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചും നമ്മുടെ കഴിവിനനുസരിച്ചും അതും കൂടെ മിക്സ്ഡപ്പ് ആയിട്ടാണല്ലോ ഈ വേലകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു തീർക്കുന്നത്. അങ്ങനെ ആയിരുന്നാൽ പോലും, അത് നിമിത്തം എന്തെങ്കിലും ഒരു ഡിലേ വന്നാൽ പോലും ദൈവം തൻ്റെ ദീർഘക്ഷമയാൽ അതിനുവേണ്ടി കാത്ത് ഇരിക്കാൻ മനസ്സുള്ള ഒരു ദൈവമാണ്. എന്താ നമുക്ക് അതിനകത്തുനിന്ന് പഠിക്കാൻ കഴിയുന്നത്? ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ടാസ്ക് എത്ര വലുതാണെന്ന് നമുക്ക് തോന്നിയാലും, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ടാസ്ക്, ഇഫ് വി തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കപ്പാസിറ്റി, ഇറ്റ് ഈസ് ബിയോണ്ട് വാട്ട് വി ക്യാൻ ഡു, നമുക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് ചെയ്യാനുള്ളത്, ഐ എം ഗോയിങ് ടു ടേക്ക് ടൈം, ഞാൻ സമയം എടുക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പാതി വഴിക്ക്, ഇത്രയും കാലമായി, 100-ലധികം വർഷങ്ങളായി, ഇത്രയും നാളായിട്ട് ഈ പെട്ടകം പണിത് തീർക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് ഇട്ടിട്ട് പോകണ്ട. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാണ്. അണ്ടിൽ വി കംപ്ലീറ്റ് ഇറ്റ്.
സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം ഒരു വിഷയം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആ വിഷയത്തിന് ദൈവത്തിൻ്റെ ആ സമയത്ത് മറുപടി കിട്ടുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ള ഒരു സ്വഭാവം നമ്മളിലും ഉളവായി വരണം. നമ്മളിലും അത് ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നാം ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് താനൊരു പെട്ടകം ഉണ്ടാക്കിയത്. പക്ഷേ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഉണ്ടാക്കിയ പെട്ടകത്തിന് ഇത്രയും വലിയ വലിപ്പം വേണമായിരുന്നു? ഇത്രയും വലിയൊരു വലിപ്പം ഈ 8 പേരെയൊക്കെ കയറി രക്ഷപ്പെടാനായിട്ട് ഇത്രയും വലിയൊരു പെട്ടകത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓർത്തു നോക്കുക, ദൈവം നോഹയുടെ കുടുംബം എന്ന് പറഞ്ഞ് കണ്ടതിനകത്ത് നോഹ കാണുന്നതിനേക്കാൾ കൂടുതൽ ജീവികളുണ്ടായിരുന്നു, മറ്റ് മൃഗങ്ങളുണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. നമ്മുടെ കാഴ്ചപ്പാടും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം നമുക്കവിടെ കാണാൻ കഴിയും. നമ്മൾ പലപ്പോഴും നമ്മുടേത് എന്ന് പറയുന്ന നമുക്കായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു ലോകമുണ്ട്. ദൈവത്തിൻ്റെ കണ്ണിൽ ആ ലോകം ഇതിനേക്കാളൊക്കെ വിശാലമാണ്. അതിൻ്റെ മറ്റൊരർത്ഥം, നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ പലതും ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ചെറുതായിട്ടാണ് പലതിനെയും കാണുന്നത്. നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ ബുദ്ധിയുടെ നമുക്കറിയാവുന്ന ആ വലുപ്പം അനുസരിച്ചാണ് അവൻ്റെ ഭാവി ഇങ്ങനെ കണ്ടുവെക്കുന്നത്. നമുക്ക് നമ്മുടെ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെയൊക്കെ ഒരു ഇൻകത്തിൻ്റെയൊക്കെ കാര്യമൊക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ നമുക്ക് വേണ്ടി ഒരു വീട് ചിന്തിച്ചു വെക്കുന്നത്, സങ്കല്പിച്ചു വെക്കുന്നത്. പക്ഷേ ദൈവത്തിന് അതിനേക്കാളൊക്കെ വലിയ വിശാലമായ കാഴ്ചപ്പാടുണ്ട്. അവരുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. എനിക്ക് ഇത്രയൊക്കെ പ്രാർത്ഥിക്കാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ലാംഗ്വേജ് കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ശുശ്രൂഷയുടെ ഒരു വിശാലത കണ്ടുവയ്ക്കുന്നത്. ഓക്കെ, ഈവൻ വെൻ ഗോഡ് ഗിവ്സ് us വിഷൻസ്, we will not think beyond our capacity. പക്ഷേ ദൈവം നമ്മളെ കാണുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട്, പലതിനെക്കുറിച്ചും നമ്മൾ കരുതി വച്ചിരിക്കുന്നത്, ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇത്രയുമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നാം വിചാരിച്ചു വച്ചിരിക്കുന്നതിനൊക്കെ ഒരു മാറ്റം വരട്ടെ. അത് കുറച്ചുകൂടെ വിശാലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏഴാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്കത് അത്രയും വലിയ വ്യത്യാസം തോന്നുന്നില്ല. പക്ഷേ when we read it in English, it says like this: "And the Lord said unto Noah, Come, thou and all thy house into the ark." Come. എപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്? വരിക. മലയാളത്തിൽ വായിക്കുന്ന നീയും സർവ്വകുടുംബമായി പെട്ടകത്തിൽ കടക്കുക എന്നാണ്. അങ്ങനെ വായിക്കുമ്പോൾ നമുക്കത് അത്രയും മനസ്സിലാവുന്നില്ല. അതിനെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് ഗെറ്റ് ഇൻ, കടക്കുക എന്നുള്ള ഒരു
അതായത് പുറത്ത് നിന്നുകൊണ്ട് നീ പെട്ടകത്തിൽ കടക്കുക എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കം എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഇതെവിടെ നിന്നായിരിക്കും ദൈവം നോഹയെ വിളിക്കുന്നത്? എൻ്റെ ചിന്ത, പെട്ടകത്തിനകത്ത് നിന്ന് ദൈവം നോഹയെ വിളിക്കുകയാണ്. നോഹ കം ഇൻസൈഡ്. നമ്മൾ വീട്ടിന് വെളിയിൽ നിന്നിട്ട് ഒരാളിനോട് അകത്ത് കയറ് എന്ന് പറയുന്നതും നമ്മൾ വാതിൽ തുറന്നിട്ട് വീട്ടിനകത്ത് നിന്ന് വന്നാട്ടെ കയറിക്കാട്ടെ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഓർക്കണം. നോഹേ, നീ ഇത്രയും കാലം കൊണ്ട് ദൈവം പറഞ്ഞ അളവുകളൊന്നും തെറ്റിക്കാതെ നിനക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് നീ പണിത പെട്ടകത്തിനകത്ത് നിന്റെ ദൈവം കയറിയിരിക്കുന്നു. അതെത്ര അനുഗ്രഹിക്കപ്പെട്ട, എത്ര സന്തോഷകരമായ ഒരവസ്ഥയാണെന്ന് ഓർത്തു നോക്കിക്കേ. All the effort which I have put, all the time which I have spent, it's not in vain. അതൊന്നും നഷ്ടമായി പോയില്ല. അതൊന്നും നഷ്ടമായി പോയില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും ദൈവത്തെ അനുസരിച്ച് ചുവടുകൾ വെച്ച് ചെയ്തെടുക്കുന്നതൊന്നും നഷ്ടമായി പോയില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന, അതോർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരും എന്നോർത്ത് ദൈവത്തിന് മഹത്വം കരയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, അകത്ത് നിന്ന് ദൈവം നോഹയെ വിളിക്കുകയാണ്. ഞാൻ ഈ ആദ്യത്തെ വാക്യം വായിച്ചിട്ട് കുറേ നേരം ദൈവസന്നിധിയിലിരുന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. കം thou and all thy house into the ark, for thee have I seen righteous before me in this generation. ഇങ്ങനെ എന്നെയും നിങ്ങളെയും വിളിക്കുന്ന ഒരു നാളുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ. നീ അല്പത്തിൽ വിശ്വസ്തയായിരുന്നു. ഞാൻ അധികത്തിന് നിന്നെ വിചാരകനാക്കാൻ പോകുകയാണ്. കം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാന്റെ തലയ്ക്ക് മീതെ സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് താൻ കാണുകയാണ്. അവിടെയും പറയുന്നത് കം, ഇവിടെ കയറി വാ. സ്തോത്രം. ഇരിക്കുന്നത് പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് വല്ലാത്ത അനുഭവത്തിലാണ്. പക്ഷേ യോഹന്നാനെ, കയറി വാ, കം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതുപോലെ ക്ഷണിച്ച് അകത്തേക്ക് കയറ്റുന്ന ഒരു നാളുണ്ടാകണമേ. ഇനി നീ മരണത്താലല്ല,
കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ കുടുംബമായി ഒരുമിച്ച് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുടുംബത്തിനകത്ത് നിന്ന് ഒന്നുപോലും പൊടിഞ്ഞു പോകാതെ നീയും സർവ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം. സ്തോത്രം. നീ നിത്യതയിലേക്ക് പ്രവേശിക്കാം. ലോകസ്ഥാപനത്തിന് മുമ്പേ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഈ നന്മയിലേക്ക് നിനക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കും. കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങളെ നീതിമാന്മാരായി കണ്ട്. നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കൃപയ്ക്കകത്ത്, പെട്ടകത്തിനകത്ത് കടക്കുന്നത് വരെയും താൻ നിലനിന്നു എന്നുള്ളത് ഓർത്തിരിക്കേണ്ടുന്ന വസ്തുതയാണ്. നാമും കൃപ ലഭിച്ചവരാണ്. ദൈവത്തിൻ്റെ മഹാകൃപയാൽ, കരുണയാൽ ദൈവകൃപയിലേക്ക് വന്നവരാണ്. വീണ്ടും ജന്മത്തിലേക്ക് വന്നവരാണ്. കർത്താവ് വിളിച്ച് അക്കരയിലേക്ക് കയറ്റുന്നതുവരെ നീതിമാന്മാരായി, വിശ്വസ്തരായി നിലകൊള്ളാനുള്ള ഒരു കൃപ, അത് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. Let us pray that a day will come. God will be calling us home. He will be calling us home. Aren't you happy? അത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നില്ലേ? നമ്മെ വീട്ടിലേക്ക് വിളിക്കുന്ന ആ നാള്, ഇവിടുത്തെ അല്ലലെല്ലാം തീർന്ന്, കണ്ണുനീരെല്ലാം ഒഴിഞ്ഞ്, തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് നമ്മെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വിളിക്കുന്ന ആ നാള്. അന്ന് ആ നിമിഷം വരെ, till that moment, let us be righteous. Let us be in that grace. Let us continue in the holiness. Let us be faithful. നമുക്ക് ആ വിശുദ്ധിയിൽ, വിശ്വസ്തയോട്, ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ കിട്ടിയ ആ നീതീകരണത്തിൽ നിലനിൽക്കാം. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. 6-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്, 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൽ കയറ്റണം, അവ ആണും പെണ്ണുമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് 20-ാം വാക്യത്തിലും കാര്യങ്ങൾ പറയുന്നുണ്ട്. വാസ്തവത്തിൽ നോഹയ്ക്ക് എങ്ങനെ കഴിയും ഈ മൃഗജാലങ്ങളെ, പക്ഷികളെ, ഇതിനെയെല്ലാം അകത്ത് കയറ്റണമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെയൊക്കെ എങ്ങനെ, ഇതിൻ്റെ എല്ലാം ഇണയെ കണ്ടുപിടിക്കണം. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 7, ശുദ്ധിയില്ലാത്തതിൽ നിന്ന് 2, അങ്ങനെ ഇതിനെയൊക്കെ പോയി കണ്ടുപിടിച്ച് പെട്ടകത്തിലേക്ക് കൊണ്ടുവന്ന് കയറ്റുക എന്ന് പറയുന്നത്, നമുക്കത് കേൾക്കുമ്പോൾ, ആ കൽപ്പന കേൾക്കുമ്പോൾ ഇമ്പോസിബിളായിട്ട് തോന്നും. നമ്മളാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേ വേണമെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ, പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു, അത് തന്നെ വളരെ കഷ്ടപ്പെട്ട് ഇത്രയും വർഷങ്ങളെടുത്ത് ഞാൻ പെട്ടകം ഉണ്ടാക്കി,
ഇനി ഈ പെട്ടകം നിറയ്ക്കാനായിട്ട് ഈ നാട് മുഴുവൻ നടക്കാൻ ഇതൊന്നും കർത്താവ് എന്നോട് പറയരുത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നടക്കുന്ന കാര്യമല്ല. നോഹയൊന്നും തിരിച്ചു പറഞ്ഞില്ല. പക്ഷേ ഇവിടെയും ആദ്യത്തെ ആ വാക്യങ്ങളിൽ പറഞ്ഞത് അതിനെ ചേർത്ത് കൊള്ളണം എന്നൊക്കെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പക്ഷെ 9-ാം വാക്യം, ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ടാണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. സ്തോത്രം. ഈ പെട്ടകം സാൽവേഷനെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പെട്ടകമായിരുന്നു. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ നിൽക്കുന്നവരോട് ഞാനൊരു വാക്ക് പറയട്ടെ. തമ്പുരാൻ പറയുന്ന അളവിൽ വചനത്തിൻ്റെ പൂർണ്ണമായ അടിസ്ഥാനത്തിൽ ഒരു സഭയെ പണിതെടുത്ത് നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അതിനകത്ത് വന്ന് കയറാൻ നിങ്ങൾ ആളെ തേടി പോകേണ്ടി വരില്ല. ആള് പെട്ടകത്തെ തേടി വരും. സ്തോത്രം. 2, ദൈവം നമുക്ക് തരുന്ന ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തോന്നുകയാണ് എനിക്ക് ചെയ്യാവുന്നതിലും അപ്പുറമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കർത്താവേ കഴിയില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാതിരുന്നാൽ മാത്രം മതി. നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നത് ദൈവം ചെയ്യും. സ്തോത്രം. ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നവരുടെ നടുവിലുണ്ടല്ലോ, 2 പേരും കൂടെ ചേർന്ന് വളർത്തിയിട്ട് ഈ തലമുറയെ ചൊവ്വെ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒറ്റയ്ക്ക് വളർത്തുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും, കർത്താവേ എനിക്ക് കഴിയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒറ്റയ്ക്കെന്ന് പറയുമ്പോൾ വിഡോസിൻ്റെ കാര്യം മാത്രം തന്നെയൊന്നും അല്ല പറയുന്നത്. പലരും കൂട്ടാളികൾ ജീവനോടെ ഇരുന്നിട്ടും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം പേരെ എനിക്കറിയാം. ഒറ്റയ്ക്ക് അധ്വാനിക്കുന്ന, ഒറ്റയ്ക്ക് മക്കളെ വളർത്തുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അങ്ങനെയുള്ളവരോടൊക്കെ പറയുക, നിങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നുന്ന മേഖലയിൽ വിറ്റുകളയണ്ട. കർത്താവേ, എനിക്ക് ഇതിനുള്ള പ്രാപ്തിയില്ലെന്ന് അങ്ങേക്കറിയാം. പക്ഷേ നമ്മുടെ പ്രാപ്തിക്കൊത്തുള്ളത് നാം ചെയ്യുമ്പോൾ, which is beyond our capacity, God will do it. അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. സ്തോത്രം. ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത പറയാം ഞാൻ നിങ്ങളോട്. Maybe this was the time God has kept that sense of migration within the animals. ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെയൊക്കെ നമുക്കറിയാം അല്ലേ? അതിന് മൈഗ്രേറ്റ് ചെയ്യാൻ തോന്നുന്നത് ഒരു സീസൺ ആവുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ചിന്തയാണ്, ഞാൻ ഈ ദേശം വിട്ടുപോകേണ്ടുന്ന ഒരാളാണ്. ഇത് കൂട്ടമായിട്ട് മൈലുകൾ പറന്ന് മറ്റേതെങ്കിലും ഒരു ദേശത്ത് പോയി ആ ഒരു സീസൺ കഴിച്ച്, ആ സീസൺ തീരുമ്പോൾ ദേശാടന പക്ഷികൾ പറന്ന് മടങ്ങിപ്പോകുന്നത് പോലെ അത് തിരിച്ചു മടങ്ങിപ്പോകും. സോ ദാറ്റ് സെൻസ് ഓഫ് മൈഗ്രേഷൻ, അത് പക്ഷികളുടെ അല്ലെങ്കിൽ പല മൃഗങ്ങളുടെയും പലതിൻ്റെയും ഉള്ളിലുണ്ട്, പല മൃഗജാലങ്ങളുടെയും ഉള്ളിലുണ്ട് ദേശാടനം.
അപ്പോൾ നോഹയുടെ പെട്ടകം തീർന്നു, പണി തീർന്നു. പെട്ടകത്തിനകത്ത് കടക്കാൻ സമയമായപ്പോൾ അവിടവിടങ്ങളിൽ പെട്ടകത്തിനകത്ത് കടക്കാൻ ഉള്ള ഒരു ഉൾവിളി മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഇഴജാതികളുടെയും ഒക്കെ ഉള്ളിൽ ദൈവം കൊടുത്തു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തനിയെ വന്ന് കയറുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് ഇനിയും ചിലർ കയറാനുണ്ട് ഈ രക്ഷയുടെ പെട്ടകത്തിനകത്ത് എന്നോർത്ത് ദുഃഖിക്കുന്ന, വേദനപ്പെടുന്ന, ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കളയരുത്, നിങ്ങളുടെ ഉപവാസം നിർത്തിക്കളയരുത്, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. കീപ്പ് ഓൺ പ്രേയിങ്, കീപ്പ് ഓൺ ഫാസ്റ്റിംഗ്, കീപ്പ് ഓൺ ആസ്കിങ് ഗോഡ്. They will enter the ark of salvation one day. അവർ കടക്കും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം നമ്മുടെ കണ്ണുനീർ വൃഥാവല്ല, നമ്മുടെ പ്രാർത്ഥന വൃഥാവല്ല. നാം ഈ അധ്വാനിക്കുന്നതൊന്നും പശയും കീലും തേച്ച് ഈ പെട്ടകത്തിന് കാവൽ, ഇതൊന്നും വൃഥാവല്ല. ദൈവം അത് നിശ്ചയമായിട്ടും ചെയ്തു തരും. ഹല്ലേലൂയ, സ്തോത്രം. 15-16 വാക്യങ്ങൾ വായിക്കുന്നത്, ജീവശ്വാസമുള്ള സർവ്വജഡത്തിൽ നിന്നും ഈ രണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. ഭയത്തോടെ ഓർക്കേണ്ടുന്ന ഒരു വാക്കാണത്. And the Lord shut him in. And the Lord shut him in. യഹോവ വാതിലടച്ചു. ഇംഗ്ലീഷിലെ എൻ്റെ ട്രാൻസ്ലേഷൻ ശ്രദ്ധിച്ചേ. And the Lord shut him in. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തെ അനുസരിച്ച, ദൈവത്തിൽ പ്രത്യാശ വെച്ച, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ച, ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തിയ നീതിമാനായ നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിനകത്ത് ദൈവം അടച്ചു. അല്ലാതെ അവരകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ പുറത്തുള്ളവർക്കെതിരെ വാതിലടയ്ക്കുകയായിരുന്നില്ല. അകത്ത് കടന്നവയെ സംരക്ഷിക്കുവാൻ and the Lord shut him in. അകത്ത് കടന്നവയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വാതിലടയുന്നത്. അല്ലാതെ പുറത്തുള്ളവർക്ക് എതിരെയല്ല ഈ വാതിലടയുന്നത്. സ്തോത്രം. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ആരും കയറണ്ട എന്നുള്ള ഒരു അർത്ഥം അതിനകത്ത് ഉണ്ട് എങ്കിൽ പോലും ദൈവം വാതിലടയ്ക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ ഉള്ളിലെ ചിന്ത മറ്റുള്ളവരെ കൈവിട്ട് കളയാനുള്ള ഒരു മനസ്സല്ല, പകരം അകത്ത് കയറിയവനെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു മനസ്സാണ്. ആൻഡ് ദ ലോർഡ് ഷട്ട് ഹിം ഇൻ. ഹല്ലേലൂയ, സ്തോത്രം. അവനെ അകത്തേക്ക് കയറ്റി വാതിലടയ്ക്കുകയാണ്. കാരണം വരാൻ പോകുന്ന ഒരു വലിയ ന്യായവിധി, ഹല്ലേലൂയ, അതിനകത്ത് ഇനി ഇതിനകത്ത് കയറിയ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഡിസൈർസ്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അകത്ത് കയറിയ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഒരിക്കൽ വീണ്ടും ജനനം പ്രാപിച്ച, ഒരിക്കൽ ദൈവകൃപയിലേക്ക് വന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന്
ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ദൈവസഭയ്ക്കകത്തുള്ള ഒന്നുപോലും നഷ്ടപ്പെടാതെ വണ്ണം അങ്ങ് അടച്ചു പൂട്ടി സൂക്ഷിക്കുമാറാകണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് ഒന്നും നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി ജീവിതം പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്നിട്ട് അവിടെ താഴെ കാണുന്നത്, ഭൂമിയിൽ 40 ദിവസം ജലപ്രളയമുണ്ടായി, വെള്ളം വർദ്ധിച്ച് പെട്ടകം പൊങ്ങി. 40 days and 40 nights. ഈ 40 രാവും 40 പകലും എന്ന് പറയുന്നത് it is associated with testing and purification, especially before entering into something new and significant. ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടി, ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി, ഒരു പുതിയ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ടൈം പീരീഡായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. ഈ 40 days and 40 nights ദൈവവചനത്തിൽ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. എക്സഡസ് ചാപ്റ്റർ 24 വേഴ്സ് 18, പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൻ്റെ 18 വാക്യം, ഡിയോട്രോണമി ചാപ്റ്റർ 9 വേഴ്സ് 25, ആവർത്തന പുസ്തകം 9:25. ഇതൊക്കെ വായിക്കുമ്പോൾ മോശയുടെ ജീവിതത്തിൽ, മോസസ് ടൈം ഓൺ മൗണ്ട് സിനായി, ആ മലയുടെ മുകളിൽ ദൈവത്തോടൊപ്പം മോശ ചിലവഴിച്ച കാലഘട്ടത്തെ നമുക്ക് വായിക്കാൻ കഴിയും. മോശ കുറച്ചുകൂടെ ദൈവത്തോടടുക്കുകയും അടുത്തടുത്ത് ചെന്ന് ദൈവത്തിൽ നിന്ന് പലതും പ്രാപിക്കുകയും പ്രാപിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സമയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. സംഖ്യാപുസ്തകം 13 അധ്യായത്തിലേക്ക് പോയാൽ, നമ്പേഴ്സ് ചാപ്റ്റർ 13 വേഴ്സ് 25, അവിടെ യോശുവ അയച്ച ഒറ്റുകാർ, ദ സ്പൈസ് ട്രിപ്പ് ടു കനാൻ, കനാനിലേക്കുള്ള അവരുടെ യാത്ര, the children of Israel were about to enter to conquer the land. അതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ. Then Numbers chapter 14 verse 32 verse 13, ഇതൊക്കെ വായിക്കുമ്പോൾ ഇസ്രായേൽസ് ടൈം ഇൻ ദ വിൽഡർനെസ്, ഇസ്രായേലിൻ്റെ ആ മരുഭൂയാത്ര നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ദൈവം അവരെ പ്യൂരിഫൈ ചെയ്യുകയായിരുന്നു ആ ഒരു സമയം കൊണ്ട്. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19 വേഴ്സ് 8, 1 രാജാക്കന്മാർ 19 അധ്യായത്തിൻ്റെ 8 വാക്യം വായിക്കുമ്പോൾ, എലൈജാസ് മിറക്കുലസ് ജേർണി ടു സിനായി, ഏലിയാവിൻ്റെ ആ യാത്രയെ നമുക്ക് കാണാൻ കഴിയും. മരിക്കാനുള്ള ഇഷ്ടത്തിനകത്ത് നിന്ന് തുടരാനുള്ള ഒരു ഇഷ്ടത്തിലേക്കുള്ള തൻ്റെ യാത്ര, എല്ലാം അവസാനിപ്പിക്കാൻ താൻ തീരുമാനിച്ചതിൽ നിന്ന് തൻ്റെ ശുശ്രൂഷയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഭാഗം, ദ നെക്സ്റ്റ് സീസണിലേക്ക് താൻ കടക്കുന്ന ആ ഒരു അനുഭവം, ഒരു ശിഷ്യനെ വളർത്തി ആക്കി തന്നേക്കാൾ ഇരട്ടി പങ്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം അവനെ ഒരുക്കിയെടുത്ത ആ ഒരു അനുഭവം. ഹല്ലേലൂയ. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന മർക്കോസ് സുവിശേഷം 1 അധ്യായം 13 വാക്യം വായിക്കുമ്പോൾ, മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 13 നമ്മൾ വായിക്കുമ്പോൾ, ദ ഫാസ്റ്റിംഗ് ഡേയ്സ് ഓഫ് ജീസസ് ഇൻ ദ വിൽഡർനെസ്, ജീസസ് ടെംപ്റ്റേഷൻ ആൻഡ് ദ ഫാസ്റ്റിംഗ് ഡേയ്സ്. താൻ പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ട 40 ദിനരാത്രങ്ങൾ നമുക്ക് അവിടെ പഠിക്കാൻ കഴിയും. സോ ഇവിടെയും 40 രാവും 40 പകലും
മഴ പെയ്യുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നോഹയെ സംബന്ധിച്ചിടത്തോളം പെട്ടകം പണിയുക എന്നുള്ളത് തന്നെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. ഒരു വലിയ തനിക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരമുള്ള ഒരു വിഷയമായിരുന്നു പെട്ടകം പണിയുക എന്നുള്ളത് തന്നെ. പിന്നെ ഈ പെട്ടകത്തിനകത്ത് ഈ മൃഗജാലങ്ങളെ, പക്ഷികളെ എല്ലാം കയറ്റുക എന്ന് പറയുന്നത് അതിലും വലിയൊരു ടാസ്ക് ആയിരുന്നു. അത് ദൈവം ചെയ്തു കൊടുത്തു. നോഹയ്ക്ക് കഴിയാത്തൊരു കാര്യം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കപ്പലൊക്കെ അസംബിൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വെള്ളത്തിനടുത്ത് വെച്ചാണ്. കാരണം വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഇറക്കി വിടാനായിട്ട് പറ്റും. ഇവിടെ നോഹ തൻ്റെ വീട്ടിൻ്റെ മുറ്റത്തോ എവിടെയെങ്കിലും ആയിരിക്കും പെട്ടകം പണിതത്. ഇനി ഈ പെട്ടകത്തെ പൊക്കാൻ, കാരണം പെട്ടകം ഒഴുകി നടക്കാനുള്ളതാണ്, വെള്ളത്തിൽ കിടക്കാനുള്ളതാണ്. അതിനി വെള്ളത്തിന് താൻ എവിടെയെങ്കിലും അന്വേഷിച്ച് പോണോ? പോണ്ട. തമ്പുരാൻ പറയുന്നത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്റെ പെട്ടകത്തെ പൊക്കാനുള്ള വെള്ളം നിന്നെ തേടി വരും. ഹല്ലേലൂയ, സ്തോത്രം. തമ്പുരാൻ പറയുന്ന വീതിക്കും നീളത്തിനൊക്കെ അനുസരിച്ച് പണിത് വെച്ചാൽ മാത്രം മതി. ശുശ്രൂഷകരോട് മറ്റൊരു വാക്ക്, നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ പണിതാൽ അതിനെ ഉയർത്താനുള്ളത് തമ്പുരാൻ ചെയ്തോളൂ. വെള്ളം വർദ്ധിച്ചു. 17-ാം വാക്യം, പെട്ടകം പൊങ്ങി നിലത്ത് നിന്നുയർന്നു. പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വേഴ്സ് 19, വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി. ഈ വെള്ളം പൊങ്ങുന്നതനുസരിച്ച് പെട്ടകവും പൊങ്ങിത്തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, പെട്ടകത്തെ ഉയർത്തുവാൻ നോഹയ്ക്ക് ഒരു എഫേർട്ടും വേണ്ടി വന്നില്ല. അത് തനിയെ പൊങ്ങി. നമ്മുടെ ജോലി സ്ഥാനത്ത് നമ്മളെ ഉയർത്താൻ, നമ്മുടെ ശുശ്രൂഷയിൽ നമ്മളെ ഉയർത്താൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മളെ ഉയർത്താൻ, ഹല്ലേലൂയ, നാം ഒന്നും ചെയ്യണ്ട. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മെ ഉയർത്താൻ, നമ്മുടെ തലമുറകളെ ഉയർത്താൻ, നമ്മുടെ വേലകളെ ഉയർത്തുവാൻ, എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിൻ്റെ ആ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. ഇതിനകത്ത് നിന്ന് പരമപ്രധാനമായി നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, എന്നെയും നിങ്ങളെയും ഇതുപോലെ വിളിക്കുന്ന ഒരു നാളുണ്ട്. കം. ആ വിളിയുടെ കാഹളം ആകാശമണ്ഡലത്തിൽ മുഴങ്ങുമ്പോൾ, കർത്താവേ, അത് കേൾക്കാൻ ഞാനുണ്ടാകണം. അത് കേട്ട് എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ചേർക്കണമേ എന്ന് ഇതിനകത്തിരിക്കുന്ന എത്ര പേർ പ്രാർത്ഥിക്കും. കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും, നോഹ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടന്നതുപോലെ അങ്ങനെ കടക്കുന്ന ഒരനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ തരുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ
അത്തരം ഒരു അനുഭവത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. Stop.